അങ്ങനെ തൃശ്ശൂർ പൂരം ആകെ കുളമായിരിക്കുകയാണ്. കുളമാക്കിയെന്ന് പറഞ്ഞാൽ കുളം ആക്കിയതാണ്. ചില ആളുകൾ ഈ തൃശ്ശൂർ പൂരം നേരെ ചൊവ്വേ നടക്കരുത് എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് അത് കൃത്യമായിട്ട് അത് നടപ്പിലാക്കിയതാണ്. ഇത് നടത്താതിരിക്കേണ്ടത് മറ്റു പലരുടെയും ആവശ്യമായിരുന്നു. ചിലരുടെ നെഞ്ചത്തൂടെ കയറിയാണ് ശ്രീരാമൻ മേളിച്ചെന്നത്. രാമലല്ലയൊക്കെ പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് പലരുടെയും തലയ്ക്കുള്ളിൽ പ്രക്ഷാളനം ഒക്കെ ഉണ്ടായി. അപ്പം അതുകൊണ്ടാണ് ഈ സാധനം ആകെ പ്രശ്നമാവുകയും തൃശ്ശൂർ പൂരം എന്ന ഹിന്ദുക്കളുടെ ഒരു വലിയ വമ്പൻ, ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രോഗ്രാം. കേരളത്തിലെ നല്ല ഇന്ത്യയിൽ തന്നെ നടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പരിപാടി. കാര്യം ഇത് ഹിന്ദുവിൻ്റെ പരിപാടിയാണല്ലോ. കാരണം ഈ പറയുന്ന വടക്കുന്നാഥ ക്ഷേത്രവും അവിടെ ഭഗവതിയും കാര്യങ്ങളും ഒക്കെ ഇത് ഹിന്ദുവിൻ്റെ 100% ഹിന്ദുവിൻ്റെ ഒരു പ്രോഗ്രാമാണ്. അല്ലാതെ ഇത് മതേതര പരിപാടിയോ മറ്റൊന്നുമല്ല. ഒരു മതേതര പരിപാടിയിലേക്ക് എന്നിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു മെസ്സി എന്ന് പറയുന്ന ഒരുത്തൻ്റെ ഫുട്ബോൾ കളിക്കാൻ പോകുന്നതിൻ്റെ തന്നെ ചിത്രങ്ങളൊക്കെ എടുത്ത് ഒരു ഹിന്ദുവിൻ്റെ പരിപാടി കാണിച്ച് അതൊക്കെ തന്നെ പോക്കൃതരമായിപ്പോയി. അതൊന്നും കാണിക്കാൻ പാടില്ല. ഹൈന്ദവൻ്റെ പരിപാടിയിൽ ഹിന്ദു ജനങ്ങളനുസരിച്ചിട്ടുള്ള ഹിന്ദുവിൻ്റെ ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോസാണ് കാണിക്കും. 30 കോടി ദൈവങ്ങളുണ്ടെന്നാണ് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്ന തൃശ്ശൂർ പൂരത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നത്. മെസ്സിയുടെ അത് കൊണ്ടുവന്നത് തന്നെ മോശമായിപ്പോയി. ഇപ്പോൾ ഇതാ ശ്രീരാമൻ്റെ ഇതും കാണിച്ചപ്പോഴത്തേക്ക് രാമലല്ലയൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് പലർക്കും കുരു പൊട്ടി അങ്ങ് വിളിച്ചു. ഞാൻ ഇതിനകത്ത് പറയാനുള്ളത്, നമുക്ക് പറയാനുള്ളത്, ഈ ഹിന്ദു എന്ന് പറയുന്ന വർഗത്തിന് നട്ടലില്ല. അല്ലെങ്കിൽ ഹിന്ദുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കേരളത്തിലെ ഈ യുവമാർക്ക് നട്ടലില്ല. നട്ടലുണ്ടെങ്കിൽ അടിക്കേണ്ടവനെ അടിക്കണം, ഇടിക്കേണ്ടവനെ ഇടിക്കണം. ഈ നട്ടലില്ലാത്തവന്മാർ ഈ പരിപാടിക്ക് പോകരുത്. ഹിന്ദുവിൻ്റെ ഒരു പ്രോഗ്രാം നിങ്ങൾ നടത്താൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി ലോകം മലയിടിഞ്ഞ് വന്നാലും ലോകം കീഴ്മേൽ മറിഞ്ഞാലും നിങ്ങൾ നടത്താൻ വിചാരിച്ച പരിപാടി നിങ്ങൾക്ക് നടത്താൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ പരിപാടി നടത്താൻ നിൽക്കരുത്. അടുത്ത തവണ ഈ പൂരനഗരി വല്ല നിസ്കാരപ്പറമ്പാക്കുന്നതാണ് നല്ലത്. നിങ്ങളാക്കണ്ട, അല്ലെങ്കിൽ നാട്ടുകാരാക്കിക്കോളും. ഈ കഴിവുള്ള ഈ നെഞ്ചത്ത് ഈ മൂക്കിന് താഴെ മീശയുള്ളവന്മാർ അടുത്ത തവണ ഇത് നിസ്കാരപ്പറമ്പോ അല്ലെങ്കിൽ കുർബാനയോ എന്തെങ്കിലുമൊക്കെ നടത്താനുള്ള ഗ്രൗണ്ട് ആക്കിക്കോളും. അത് ഈ പരിപാടിക്ക് നിങ്ങളെക്കൊണ്ട് ഹിന്ദു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിന്ദുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ പരിപാടി നടത്താനുള്ള നട്ടല് നിങ്ങൾക്കില്ല. അതാണ് ഇത് തെളിയിക്കുന്നത്. നിങ്ങളെ ഈ പരിപാടിക്കൊന്നിനും കൊള്ളത്തില്ല വിജയ എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഈ പരിപാടിക്കൊന്നും നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. കാര്യം അല്ലെങ്കിൽ ഹിന്ദുവിനെ എതിർക്കുന്ന, ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ എതിർക്കുന്ന ഒരുത്തനെ പോലും ആ പരിസരത്ത് കയറ്റാൻ അനുവദിക്കരുത്. ഈ പരിപാടിയുടെയൊക്കെ നിയന്ത്രണം ഫുള്ള് നിങ്ങളതിലായിരിക്കണം. പോലീസിനെ ആവശ്യമുള്ളിടത്ത് മാത്രം കയറ്റുക, ആവശ്യമുള്ളിടത്ത് മാത്രം പോലീസ് മതി. പോലീസിൻ്റെ സഹായം നിങ്ങൾക്ക് വേണ്ട എന്ന് എഴുതി കൊടുത്തിട്ട് അവിടുത്തെ പരിപൂർണമായ നിയന്ത്രണം നിങ്ങൾ തന്നെ ഏറ്റെടുത്ത് ഈ പരിപാടി വളരെ മനോഹരമായി നിങ്ങൾക്ക് നടത്താൻ പറ്റും എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ പരിപാടി നടത്തിയാൽ മതിയെന്ന്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ സാധനം. രാത്രി നടക്കേണ്ട വെടിക്കെട്ട് പകൽ കൊണ്ട് നടത്തി എന്ത് വലിക്കാനാ? ഈ പകൽ നടത്താനാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ശോഭ മൊത്തം പോയില്ലേ? തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ആ പരിപാടിയുടെ ശോഭയെ പോയി. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത് ഒരു പരിപാടി. ഈ പറഞ്ഞമാര് നാളെ വേറെ പറയും. ഞങ്ങൾ ഇപ്പം ഇന്ന് തൃശ്ശൂർ പൂരം ഇതൊക്കെ പണ്ടേ തുടങ്ങിയ പരിപാടികളാണ്. ഈ ഹിന്ദുവിൻ്റെ ആചാരങ്ങളുടെ മണ്ടയിൽ കയറി അങ്ങ് ചവിട്ടി മെതിക്കാമെന്നുള്ളത് പണ്ടേ തുടങ്ങിയ പരിപാടികളാണ്. ഇതുപോലെ നിങ്ങൾ തിരിച്ച് കാണിക്കാൻ പഠിക്കണം. വേറെ പല പരിപാടികൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ആ പരിപാടികൾ നടത്താൻ അനുവദിക്കരുത്. അതിൻ്റെ ഇടയ്ക്കോട്ട് കയറി മേയണം. അന്നേരം വിവരം അറിയും. അന്നേരം നിങ്ങൾ ആൺപിള്ളേരാരാണെന്ന് അറിയും. നല്ല ചവിട്ടിത്തേപ്പ് പുറത്തോട്ട് കിട്ടും, തിരിച്ച് കിട്ടും. മനസ്സിലായോ? അവിടെയാണ് യഥാർത്ഥ ആൺകുട്ടികളെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒരു പരിപാടി നടക്കുന്നിടത്തുനിന്ന് ഒന്ന് അലങ്കോലപ്പെടുത്താൻ നോക്ക്. ഇച്ചിരി വിറയ്ക്കും. അതിന് കേരളത്തിലെ ഏത് പോലീസാനാലും AK-47 കൊണ്ട് നിന്നാലും മറ്റുള്ളവർ ആ കാര്യത്തിൽ അവരെ പൂവിട്ട് പൂജിക്കണം. ഒരു വിശ്വാസം എന്ന് പറയുന്ന കാര്യം നിങ്ങൾ വിശ്വസിച്ചാണ്, നിങ്ങൾക്ക് 100% ആത്മാർത്ഥതയോടെയാണ് നിങ്ങളൊരു പരിപാടി ചെയ്യാൻ ഇറങ്ങിയെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്യാൻ ഏതൊരുത്തൻ പ്ലാൻ ചെയ്താലും അതിനെ നിഷ്കരണം എടുത്ത് അയ്യത്ത് കളഞ്ഞിട്ട് നടത്താൻ പഠിക്കണം. അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത്. നിങ്ങളിത് ഈ ഹിന്ദുവിൻ്റെ ഇനി സുരേഷ് ഗോപി അല്ല
പിന്നെ ആര് വിചാരിച്ചാലും പുള്ളിക്കാരൻ ഇന്നലെ വന്ന് ഇടയ്ക്കൊക്കെ വന്ന് പുള്ളി പറഞ്ഞിട്ടാ പരിപാടി ഒന്നും നടക്കാൻ പോകുന്നില്ല. അടുത്ത പ്രാവശ്യം നിങ്ങൾ നോക്കിയോ, ഈ പൂരമേ കാണത്തില്ല. പൂരം കാണണമെങ്കിൽ പൂരം നടത്താനുള്ള കഴിവുള്ള ആളുകളെ അവിടെ ഭരണത്തിൽ കൊണ്ടുവരണം. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. സുരേഷ് ഗോപി ജയിക്കാനും പോകുന്നില്ല. കാര്യം ജയിക്കാതിരിക്കാനുള്ള ആൾക്കാർ തോപ്പിക്കാൻ ഹിന്ദുക്കൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഭയങ്കര ഹൈലൈറ്റ്. ഈ പരിപാടി നടത്താതിരിക്കാൻ ഹിന്ദുക്കൾ തന്നെയാണ് ഹിന്ദുക്കളായിട്ടുള്ള മറ്റ് പാർട്ടിക്കാർ. അതിലുണ്ടല്ലോ ഹിന്ദു. ഈ ഹിന്ദു എന്ന് പറയുന്നത് എല്ലാവരും BJP-ക്കാരല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളെ കൊണ്ട് ഈ പരിപാടി നടക്കത്തില്ല. എന്തെങ്കിലും ഒരു പരിപാടി നടക്കണമെങ്കിൽ ഈ പറയുന്ന പൂരവും ഇതൊക്കെ നിങ്ങളുടെ കൈകളിൽ വരണം. ഹിന്ദുവിൻ്റെ ആചാരം എപ്പോഴും ഹിന്ദുവിൻ്റെ കൈകളിൽ ഇരിക്കണം. അത് ഈ സകല ക്ഷേത്രങ്ങളായാലും എല്ലാം അടിച്ചുടക്കേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മുടെ കീഴ്വഴക്കങ്ങൾ എല്ലാം തച്ചുടക്കേണ്ടതാണെങ്കിൽ തച്ചുടയ്ക്കണം. തച്ചുടച്ച് ഹിന്ദുവിൻ്റെ കൈകളിലേക്ക് വരണം. അതിന് നിങ്ങളിനി എന്തൊക്കെ കാണിച്ചിട്ടാലും കേരളത്തിലെ സകല ക്ഷേത്രങ്ങളും ഹിന്ദുവിൻ്റെ കൈയിൽ വരണം. ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ ഹിന്ദു തന്നെ നടത്തട്ടെ. അതിനകത്ത് ഗവൺമെൻറ്റിനെ ഒന്നും മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ്റിന് ഈ പരിപാടിയെ മാറ്റണം. ദേവസ്വം ബോർഡെന്ന് പറയുന്ന പരിപാടിയൊന്നും വേണ്ടെന്ന് ഹിന്ദുക്കൾക്കറിയാം. ഹിന്ദുക്കളുടെ കാര്യം നോക്കാൻ അങ്ങനെ ഒരു സ്റ്റാൻഡ് നിങ്ങളെടുത്താൽ അത് ചെയ്ത് കാണിക്കും. ജനം നിങ്ങളുടെ കൂടെ നിൽക്കും. അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. സ്വന്തം കാര്യം പോലും നിൽക്കാൻ അറിയാത്തവന്മാർ നാട്ടുകാരുടെ കാര്യം എങ്ങനെ ശരിയാക്കും? ആദ്യം നിങ്ങളുടെ സ്വന്തം കാര്യം ചെയ്യാൻ നോക്കുക. അതുകൊണ്ട് നടത്താൻ കഴിവില്ലെങ്കിൽ ഈ പരിപാടിക്ക് ഇറങ്ങരുത്. ഇറങ്ങിയാൽ കൊള്ളാം, അത് തൂത്തുവാരിക്കണം. ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇനി ദൈവം തമ്പുരാൻ വന്ന് മുന്നിൽ നിന്നാലും എടുത്ത് തോട്ടിക്കളയേണ്ടവനെ തോട്ടിക്കളയണം. എടുത്ത് അറബിക്കടലിൽ കൊണ്ടിടേണ്ടവനെ അറബിക്കടലിൽ തന്നെ കൊണ്ടിടണം. അപ്പോൾ പണി അറിയാവുന്നവൻ ഇറങ്ങണം. മനസ്സിലായോ? പണി അറിയാവുന്ന ആൾക്കാരെ ഇറക്കണം. ഒരു യൂണിറ്റി വേണം. 10 പേര് നിങ്ങളെ തടയാൻ ഫ്രണ്ടിൽ വന്ന് നിന്നാൽ നിങ്ങൾ 1000 പേര് അതിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് എടുത്ത് ഈ 10 പേരെ എടുത്ത് ശൂന്യാകാശത്തോട്ട് എറിയാൻ കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കാവൂ. അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. അപ്പോൾ എന്തായാലും പൂരം ഏകദേശം അതിൻ്റെ കാര്യം തീരുമാനമായി. അടുത്ത വർഷം ഇനി അവിടെ എന്തൊക്കെ നടക്കും എന്ന് നിങ്ങൾ നോക്കിക്കോ. എന്തായാലും ഒരു പൂരം മിസ്സായി. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് എല്ലാവിധ ആദരാഞ്ജലികളും. അടുത്ത പ്രാവശ്യം ഇത് കാണണമെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കണം, എന്തിന് പൂരം നടത്തണം, ആര് നടത്തണമെന്ന്. പൂരപ്രേമികൾ ആദ്യം ചിന്തിക്കട്ടെ. തൃശ്ശൂർക്കാരാദ്യം നിങ്ങൾ സ്വയം ചിന്തിച്ച് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും. അടുത്ത പ്രാവശ്യം പൂരം കാണണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യുക്തി പോലെ അവനവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഹിന്ദുക്കളെന്ന് പറയുന്ന സാധനത്തിനകത്ത് തലമണ്ടേ വല്ലതും ഉണ്ടെങ്കിൽ ഉള്ളത് കളിമണ്ണല്ലെങ്കിൽ അത് ഉപയോഗിക്കുക. ആർക്ക് എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറയത്തില്ല. അവനവന് ബുദ്ധിയുള്ളവരാണല്ലോ. വേണ്ടുന്ന പോലൊക്കെ ചെയ്താൽ അടുത്ത പ്രാവശ്യം പൂരം കാണാം. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഈ പൂര ഗ്രൗണ്ടിൽ വേറെ വല്ല പരിപാടികളും ക്രിക്കറ്റ് കളിയോ ഫുട്ബോൾ കളിയോ ഞാൻ പറഞ്ഞ കണക്ക് നിസ്കാരമോ അതൊക്കെ നടക്കും. അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ കാര്യങ്ങളല്ലേ.